ഓൺലൈൻ തട്ടിപ്പിലൂടെ എറണാകുളം സ്വദേശിയിൽ നിന്ന് 25 കോടി തട്ടിയ കേസിൽ കോഴിക്കോട് സ്വദേശികളായ 3 പേർ സൈബർ പോലീസിന്റെ പിടിയിലായി. നിരവധി മൊബൈൽ ഫോണുകളും സിം കാർഡുകളും ഇവരിൽ നിന്ന് പോലീസ് കണ്ടെത്തി. കേരളത്തിലെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പിൽ ഇതോടെ 4 പേരാണ് പിടിയിലായത്. വ്യാജ ട്രേഡിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ട്രേഡിംഗിലൂടെ വലിയ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ചാണ് സംഘം കടവന്ത്ര സ്വദേശിയായ വ്യാപാരിയിൽ നിന്ന് പണം തട്ടിയത്. ആദ്യം നിക്ഷേപിച്ച തുകയ്ക്ക് ഇരട്ടി ലാഭം കാണിച്ചുകൊണ്ട് തട്ടിപ്പുകാർ വിശ്വാസം നേടി. പിന്നീടുള്ള 4 മാസത്തെ കാലയളവിനുള്ളിൽ 25 കോടി രൂപ പരാതിക്കാരനിൽ നിന്നും തട്ടി. കോഴിക്കോട് സ്വദേശികളായ റഹീസ്, അൻസാർ, അനീസ് റഹ്മാൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. നേരത്തെ കേസിൽ കൊല്ലം സ്വദേശിയായ സുജിതയെ അറസ്റ്റ് ചെയ്തിരുന്നു. കമ്മീഷൻ വ്യവസ്ഥയിൽ കൈക്കലാക്കിയ ബാങ്ക് അക്കൗണ്ടുകളാണ് പ്രതികൾ തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നത്. ഇവരിൽ നിന്ന് 250 സിം കാർഡുകൾ, 40 മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ, ഡെബിറ്റ് കാർഡുകൾ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. പല സൈബർ കുറ്റകൃത്യത്തിൽ ഇവർ പങ്കുണ്ട് എന്നതാണ് മനസ്സിലായത്. ഈ കേസിൽ ഉൾപ്പെട്ട പല ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ഇവരാണ്. പല കമ്മ്യൂണിക്കേഷനുകൾ നടത്തിയത് ഇവർ കൈവശത്തുള്ള സിം കാർഡ് വഴിയാണ്. പൈസ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഒരു 3.4 ലക്ഷം രൂപ ഇവർ എടുത്തതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ബാക്കി അവരെ കസ്റ്റഡി എടുത്തിട്ട് കൂടുതൽ ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് ഈ അക്കൗണ്ടുകളിൽ പോയ പൈസയിൽ 40 ലക്ഷം ഹോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് റിക്കവറി ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ കൂടെ എടുത്തു വരുന്നുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി പേർക്ക് തട്ടിപ്പിൽ പങ്കുള്ളതായാണ് പോലീസ് കരുതുന്നത്. കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.